നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി പെൻഷൻ പണം കൂടുകയാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ സംബന്ധമായുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 1600 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടായിരുന്നു. അത് ഓരോ മാസത്തെ പെൻഷനെ കൂടെ നൽകിക്കൊണ്ട് ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 1600 രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വർധനവ് ഇപ്പോൾ ഏകദേശം 4-5 വർഷമായി വർധനവ് ഉണ്ടായിട്ടില്ല. ഈ ഒരു സർക്കാരിൻ്റെ കാലാവധി ഇപ്പോൾ അവസാനിക്കുകയാണ്. നമുക്കറിയാം, അടുത്ത ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് വരുത്തിയായിരിക്കും സർക്കാർ ഈ ഒരു ഇലക്ഷനെ നേരിടുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം 2000 രൂപയായിരിക്കും ഇനി അവർക്ക് ലഭിക്കുക. 400 രൂപയുടെ വർധനവായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം ഈ ഒരു മാസം 15-ാം തീയതിക്ക് ശേഷം ഉണ്ടായിരിക്കും. ആ ഒരു പ്രഖ്യാപനത്തിൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഇളവുകൾ ചിലപ്പോൾ വന്നേക്കാം. പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റു അറിയിപ്പുകൾ എന്നിങ്ങനെ പല അറിയിപ്പുകളും ആ സമയത്ത് വന്നേക്കാം. ഏതായാലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2000 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു കാര്യങ്ങൾക്കും നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ പെൻഷൻ അപേക്ഷിക്കുക. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പ് കാർഡിലേക്ക് മാറാൻ ഇപ്പോൾ അവസരമുണ്ട്. കഴിഞ്ഞ കാലത്തെല്ലാം സർക്കാർ കടുപിടുത്തം പിടിച്ച കാര്യമായിരുന്നു വെള്ളയിൽ നിന്നും ചുവപ്പിലേക്ക് മാറുക, പുതിയ പെൻഷൻ അപേക്ഷിക്കുക, നിലവിലുള്ള പെൻഷനെ പുറത്താക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും സർക്കാർ കടുപിടുത്തം പിടിച്ചിരുന്നു. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കടുംപിടുത്തങ്ങൾ ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട്. കൊടുക്കുന്ന പല ആളുകൾക്കും ഇപ്പോൾ റേഷൻ കാർഡ് ചുവപ്പിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇവർ അപ്രൂവൽ ചെയ്തേക്കാം. പക്ഷേ നമ്മൾ അനർഹമായിട്ടാണ് നമ്മൾ ഈ കാര്യം നമ്മൾക്ക് ലഭിക്കുന്നതെങ്കിൽ, നമ്മൾ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനൽ തിരിച്ചടക്കേണ്ടി വരും. ഉദാഹരണത്തിന്, നമ്മൾ റേഷൻ കാർഡ് വെള്ളയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അവർ ഒരു അന്വേഷണം നടത്താതെ തന്നെ ചുവപ്പിലേക്ക് മാറും. പക്ഷേ പിന്നീട് നമ്മൾ അതിന് അർഹതയില്ലാതെ നമ്മൾ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും അരിയും മറ്റു സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനൽ തിരിച്ചടക്കേണ്ടി വരും. ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വേണം. അതുപോലെ തന്നെയാണ് പെൻഷനും അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്. സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മൾ പെൻഷൻ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ വാങ്ങുന്ന പെൻഷനെല്ലാം തിരിച്ചടക്കേണ്ടി വരും. പക്ഷേ അർഹതയുണ്ടായിട്ടും ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വെള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസമാണ് പെൻഷൻ മസ്റ്റിംഗിൻ്റെ കാലാവധി അവസാനിച്ചത്. ആ ഒരു സമയത്ത് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മസ്റ്റിങ്ങിനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇതിന് അവസരം ഉണ്ടായിരിക്കുക. എന്നാൽ മസ്റ്റിങ്ങിൻ്റെ കാലാവധി അവസാനിച്ചിട്ട് എന്നാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കുന്നത്, ആ സമയത്തെ പെൻഷൻ പിന്നീട് നമുക്ക് ലഭിക്കുകയുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.